ഡിയേഴ്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കാനെ കൊണ്ട് പോകുന്നത്, ഞാനൊരു ന്യൂ ബോൺ ബേബി കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന്. ഏത് പേജാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങും അതിനുള്ള ഐറ്റംസും ഞാൻ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിങ്ങനെ അത് വളരെ 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 കഷ്ടപ്പെട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാക്കിംഗ് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളി പാക്കിംഗ് ആയിരുന്നു. ഒരു കാരണവശാലും അതിനൊന്നും സംഭവിക്കില്ല. ആ ഒരു രീതിയിലുള്ള പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ പാക്കിങ്ങിന് ഞാൻ 10ൽ 10 മാർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പാക്കിംഗ് ആയിരുന്നു. നമ്മുടെ ആ ഒരു അഡ്രസ്സ് എഴുതിയേക്കുന്ന ആ പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റ്, ബില്ല് കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. കുറേ നേരത്തെ എൻ്റെ പരിശ്രമത്തിന് ശേഷം അത് പൊട്ടിച്ചു. ആദ്യം തന്നെ ഈ സാധനം വന്നു. എന്താണിത്, ഭയങ്കര ഡിലേ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ ഇത് അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ കാണും കേട്ടോ. അതിനിടയ്ക്ക് അമ്മ വന്നിട്ട് ക്യാമറയുടെ മുമ്പിലോട്ട് ഇരിക്കാൻ പോയിട്ടോ. ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞ് അമ്മ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. ആ വൈറ്റ് കളറിലുള്ള ആ ഒരു പടം ഉള്ളത് അത് നൈറ്റ് സ്യൂട്ടാണ് കേട്ടോ. അത് ഈ പാക്കേജിനകത്ത് ഉള്ളതല്ലായിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഫുള്ളായിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതെല്ലാം വീട്ടിലിടാനെ കൊണ്ടുള്ള ഐറ്റംസാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. ആ കവറിനകത്തെ മറ്റേ കുളിപ്പിക്കുമ്പോൾ ഇടുന്ന ഷീറ്റില്ലേ, അതാണേ. അത് മറ്റേ റീയൂസബിൾ ഡൈപ്പർ കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ കുഞ്ഞാണ് കേട്ടോ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത്. പുള്ളിക്കാരൻ ഭയങ്കര കളിയാണ്. അപ്പം ഇടയ്ക്ക് ഈ സൗണ്ടൊക്കെ ഉണ്ടാകുന്നത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കൂ കേട്ടോ. എനിക്കിതിനകത്ത് ഏറ്റവും യൂസ് ആയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കുഞ്ഞിനെ ഞാനങ്ങനെ തൊട്ടിക്കകത്തൊന്നും കിടത്താറില്ല. ഞാൻ ഇതിനകത്താണ് കേട്ടോ കിടത്തുന്നത്. കുഞ്ഞ് എൻ്റെ അടുത്ത് തന്നെയാണ് കിടത്തുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് യൂസായി. പിന്നെ ഞാൻ സംസാരിക്കുന്നതിന് അവനും അങ്ങനെ എന്തൊക്കെയോ പറയാണ്. ഇത് എനിക്ക് അങ്ങനെ അങ്ങോട്ട് യൂസ് ആയില്ല. കാരണം അതിനകത്ത് കിടക്കുന്ന കുഞ്ഞിന് അങ്ങോട്ട് ഇഷ്ടമില്ല. പിന്നെ ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് കിടത്താറുണ്ട്. അല്ലാതെ അത് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഫോമിൽ പിടിച്ച് എടുക്കാനെ കൊണ്ടൊന്നും കുഞ്ഞിന് താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങനെ അത് യൂസ് ആക്കുന്നില്ല. ഏറ്റവും കൂടുതൽ യൂസ് ആക്കിയ മറ്റേ സാധനം കേട്ടോ. ഇങ്ങനൊക്കെ പിടിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാൻ അതിനകത്ത് കിടക്കാനെ കൊണ്ട് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാനും കൂടുതൽ ഫോഴ്സ് ചെയ്യാറില്ല. കിടത്തണ്ട എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ കയ്യിലങ്ങ് അല്ലാതെ ടർക്കി വെച്ച് ഇങ്ങനെ പൊതിഞ്ഞ് ഞങ്ങൾ പിടിക്കത്തേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മുടെ കിറ്റിനകത്തുണ്ടായത്. 3000 സംതിങ് രൂപയായി. ഈ ഐറ്റംസ് എല്ലാം ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനെ കൊണ്ട് പാക്ക് ചെയ്യാനെ കൊണ്ട് എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു, ബൈ.